ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നബിദിനാണ്. അപ്പം എല്ലാവർക്കും നബിദിനാശംസകൾ. വെളുപ്പിന് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങോട്ട് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും എന്തോ ഒരു കറിയും പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുടിച്ചും കൊണ്ട് നബിദിന റാലിക്ക് പോവാൻ നച്ച് ഒരുങ്ങിയിറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ നബിദിന റാലി കാണാൻ പോകാട്ടോ. അപ്പോൾ ടൗണിലോട്ടാണ് പോകുന്നത്. 4 പള്ളിയുടെ റാലി എല്ലാം കൂടെ ഒത്ത് പാങ്ങോട് ജംഗ്ഷനിൽ വരും. അപ്പോൾ നമുക്കത് കണ്ടുവരാം. നല്ല മഴക്കോളും ഉണ്ട്. റാലി കഴിയുന്നവരെ പെയ്യാതിരുന്നാൽ മതിയായിരുന്നല്ലേ. അപ്പം നമുക്ക് പാങ്ങോട് റാലി കാണാനായിട്ട് പോകാം. മഴ പെയ്യുന്നു. അപ്പോൾ ടൗണിൽ പോവാൻ നമ്മൾ ഇടവഴി കൂടെ അങ്ങ് പോകും. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് എത്തും. ഇവിടെ മൊത്തം റബ്ബർ കാടാണ്. നമ്മൾ ഇടവഴി കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എത്താറായി. അപ്പോൾ നമ്മൾ ടൗൺ എത്താറായി. പോരാത്തതിന് പൊടിച്ചാറ്റ മഴയും കൂടിയുണ്ട്. അപ്പോൾ ജലദോഷമുണ്ട്. അപ്പോൾ പറ്റിയ മരുന്നാണ് മഴ നനയണത്. ജലദോഷം മാത്രമല്ല, ജലദോഷത്തിനും ചുമയ്ക്കൊക്കെ നല്ല മരുന്നാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് 3-4 പള്ളിയുടെ റാലി വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501ാമത് ജന്മദിനം സന്തോഷം കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായി ഒളിയങ്കോട് ദാറുസ്സലാം മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പമ്പിച്ച നബിദിന സന്ദേശ റാലിയാണ് ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കുലൂ തക്ബീർ, കുലൂ തക്ബീർ. തങ്ങളുടെ 1501ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പാങ്ങോട് പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന നബിദിന സന്ദേശ റാലി ഈ വഴിധാരയിലൂടെ കടന്നു വരുമ്പോൾ കുഞ്ഞളം മനസ്സുകളെ മധുരപലഹാരങ്ങൾ കൊണ്ടും മറ്റു പാനീയങ്ങൾ കൊണ്ടും സന്തോഷിപ്പിക്കുന്ന ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ നൽകിയ
അങ്ങനെ റാലി എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരികെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നച്ചു പള്ളിയിൽ നിന്ന് വന്നായിരുന്നു. നബിദിനത്തിൻ്റെ മധുര പലഹാരങ്ങളുമായി നച്ചു വീടെത്തിയിട്ടുണ്ട്. ഇനി കവറിനുള്ളിൽ എന്തൊക്കെ മധുര പലഹാരങ്ങൾ ഉണ്ടെന്ന് നോക്കാനായിരിക്കും എല്ലാവർക്കും തിടുക്കം. അതുപോലെ കേട്ടോ ഇവിടെയും. പിന്നെ നബിദിനത്തിനുള്ള മറ്റൊരു പ്രധാന ഐറ്റം നബിദിന ചോറ്. അപ്പോൾ അതിൻ്റെ അകത്ത് നെച്ചോറും ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ പോരാത്തതിന് പപ്പടവും ചട്നി എല്ലാം കൂടെ കുശാലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം. ടാറ്റാ.